ഹലോ ഡിയേഴ്സ്, ടീച്ചർ ഇന്ന് എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് പുതിയ ബുക്കാണ്. അതിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷനിലെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നോക്കിയേ. 6 meter ലോങ് റിബൺ ഈസ് കട്ട് ഇൻ ടു 2 equal പീസസ്. 6 മീറ്റർ എന്താണ് റിബൺ എന്താക്കി, ലോങ് റിബണ് 2 equal പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? 6 അല്ലേ, 6 2 ആക്കിയതാണ് അല്ലേ. അപ്പോൾ 6/2 3 അല്ലേ, 3 മീറ്റർ. ഓക്കെ, അപ്പോൾ 3 മീറ്ററാണ് എന്ത് വരുന്നത്, ഒരു പീസിൻ്റെ ലെങ്ത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഇവിടെ നോക്കിയേ. ഇനി സപ്പോസ് വി ഡിവൈഡ് 6 meter ലോങ് റിബൺ ഇൻ ടു 3 equal പീസസ്. 6 മീറ്റർ ആണ് എന്ത്, 6 മീറ്റർ ലോങ് റിബൺ എന്താക്കി 3 equal പീസ് ആക്കി എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഓരോ പീസിൻ്റെയും എന്താണ്, ഒരു പീസ് എത്ര മീറ്റർ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. 6 മീറ്റർ അല്ലേ, അപ്പോൾ ആദ്യം നമ്മൾ 6 എഴുതുക. പിന്നെ എത്ര പീസാക്കിയത് 3 അല്ലേ, അപ്പോൾ 6 divided by 3 അല്ലേ. 6 divided by 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 അല്ലേ. അപ്പോൾ 2 മീറ്റർ ആണ് എന്ത്, ഓരോ പീസിൻ്റെയും നീളം അല്ലേ. അപ്പോൾ എന്താ 2 കണ്ടില്ലേ. ദെൻ അടുത്ത എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് വി ഡിവൈഡ് 2 meter ലോങ് സ്ട്രിങ് ഇൻറ്റു 3 equal പീസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 meter ലോങ് സ്ട്രിങ് എന്താണ്, 2 meter ലോങ് സ്ട്രിങ് നമ്മൾ എത്ര ആക്കിയിരിക്കുന്നത്, 3 equal അല്ലേ. 2 meter 3 equal പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇതാ 2/3 അല്ലേ, 2/3. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ കണ്ടോ, 2 മീറ്ററിനെ നമ്മൾ 3 equal പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ 2 മീറ്റർ എഴുതുക, 2 പിന്നെ 3 equal പീസ് 2/3 എന്ന് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അനദർ പ്രോബ്ലം നോക്കിയേ. വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 kilogram? എന്താണ് ക്വാർട്ടർ ഓഫ് 5 kilogram എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/4 അല്ലേ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4. ഓക്കെ, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ ഓഫ് 5 kilogram, ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ അല്ലേ, 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 1 × 5/4 അല്ലേ. 1 × 5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ, /4. ഓക്കെ, അപ്പോൾ 5/4. 5/4 നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കുക, ടീച്ചർ പറഞ്ഞ മാതിരി ചെയ്യാം കേട്ടോ. അതാ കണ്ടില്ലേ, ഇവിടെ കിട്ടിയിട്ടുണ്ട് 1 ഓക്കെ ഇതാ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, ഡു ദീസ് പ്രോബ്ലംസ് ഇൻ ഹെഡ് അല്ലേ. ഈ പ്രോബ്ലം ചെയ്യാം. 9 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി അമംഗ് 3 children. 9 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ്, 9 ആണ് ഫസ്റ്റ് അല്ലേ, 9 ആണ്. അപ്പോൾ 9 ആദ്യം 9 എഴുതുക. 9 ലിറ്റർ പാലാണ്. ഇപ്പോൾ എത്ര ആൾക്കാർ കൊടുത്ത്, 3 കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ 9/3. 9/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 അല്ലേ. അപ്പോൾ 3 ലിറ്റർ പാലാണ് ഓരോ കുട്ടികൾക്കും കിട്ടുക അല്ലേ. ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്, ഓരോരുത്തർക്ക് എത്ര കിട്ടുക അല്ലേ. അപ്പോൾ 9/3 3. ദെൻ വാട്ട് ഇഫ് ദർ ആർ 4 children? 4 കുട്ടികളുണ്ടെങ്കിലോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 9/4 അല്ലേ, 9/4 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കുക, എത്ര കിട്ടും, 9/4 എന്ന് ചെയ്താൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 9 divided by 4 Q. ഇവിടെ 9 ആട്ടോ, 9 ആണ്. ഓക്കെ, 9 divided by 4. അപ്പോൾ എന്താ 2 അല്ലേ. 2 4s എത്രയാണ്, 8 അല്ലേ. 2 4s 8. അപ്പോൾ എന്താണ് 9 - 8 എത്രയാണ്, 1. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 അല്ലേ. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക 2, പിന്നെ എന്താക്കുക, താഴെ ഈ നമ്പർ എഴുതുക, പിന്നെ സൈഡിലുള്ള നമ്പർ അല്ലേ. അപ്പോൾ 2.4 കണ്ടോ. അപ്പോൾ ഓരോ എന്താണ് 9 ലിറ്റർ പാല് 4 കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ കുട്ടികൾക്ക് എത്രയാണ്, 2 1/4 അല്ലേ, 2 quarter ലിറ്റർ പാലാണ് കിട്ടുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാൽ. 6 kilograms of rice was packed in 5 bags of the same size. 6 kilogram റൈസ് അരി എന്താണ് പാക്ക് ചെയ്ത് 5 ബാഗിലായിട്ട് സെയിം സൈസിലുള്ള. അപ്പോൾ നമുക്കിങ്ങനെ ഹൗ മെനി kilograms ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ്, ഓരോ ബാഗിൽ എത്ര ഉണ്ടാവുന്നത്. അപ്പോൾ 6 kilogram അല്ലേ. അപ്പോൾ 6 അല്ലേ, എത്ര ബാഗിലാക്കി, 5 അല്ലേ, 6/5 അല്ലേ. അപ്പം ഓരോ ബാഗിലും എത്ര ഉണ്ടാവും, 6 divided by 5 ചെയ്ത് നോക്കാം. 6 divided by 5. 1 5s are 5. ഓക്കെ, 6 - 5 എത്രയാണ്, 1 അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഇതാ മുകളിലുള്ള പോർഷൻ ആദ്യം എഴുതുക, പിന്നെ എത്രയാണ് നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ ഈ അടിയിലുള്ള നമ്പർ എഴുതുക, പിന്നെ ഈ സൈഡിലുള്ള നമ്പർ അല്ലേ. അപ്പോൾ 1 1/5. ഓക്കെ, 1 1/5
ആണ് നമുക്ക് എന്തൊക്കെ 6/5 കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് എത്ര ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ്, ഓരോ ബാഗിൽ എത്രയാണ് 6 കിലോഗ്രാം 5 ബാഗിലാക്കിയല്ലോ, അപ്പോൾ ഓരോ ബാഗിലും 1.5 കിലോഗ്രാം ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇഫ് പാക്ക്ഡ് ഇൻ 4 ബാഗിലാണെങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, 4 ബാഗിലാണെങ്കിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഇതല്ലേ 6 കിലോഗ്രാം അല്ലേ, എത്ര ബാഗിലാണ് 4 ബാഗിൽ 6/4 അല്ലേ. 6/4 നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഇതിനെ ചെറുതാക്കി കൂടെ, 6നെയും ചെറുതാക്കുക 4നെയും ചെറുതാക്കുക, പകുതിയാക്കിയൂടെ. അപ്പോൾ 6നെ പകുതിയാക്കിയാൽ എത്രയാ 3 അല്ലേ, ബൈ 4നെ പകുതിയാക്കിയാൽ എത്രയാ 2. ഓക്കെ, അപ്പോൾ 3/2. 3/2നെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, 1/2. ഓക്കെ, ഇത്രയും എന്താണ് കിലോഗ്രാം ആണ് എന്ത് ഓരോ ബാഗിലും ഉണ്ടാവുക അല്ലേ, 4 ബാഗാണെങ്കിൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, എന്താണ് എ 7 മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 6 ഈക്വൽ പീസസ്. 7 മീറ്റർ ലോങ് സ്ട്രിങ് എന്താണ് 6 ഈക്വൽ പീസാക്കി. 7 മീറ്റർ ആണ്. അപ്പോൾ 7 മീറ്റർ ആണെങ്കിൽ നമുക്ക് ആദ്യം എന്താ ചെയ്താൽ 7 മീറ്റർ അല്ലേ, 7 മീറ്റർ ലോങ് എന്നാണ് അല്ലേ. അപ്പോൾ എത്ര ഈക്വൽ പീസാക്കി 6 അല്ലേ, 7/6. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്, എത്ര 7/6 അല്ലേ. അപ്പോൾ 7/6നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 6 1 അല്ലേ. അപ്പോൾ നമുക്ക് 7/6 എന്ന് പറയുമ്പോൾ 1/6 അല്ലേ. എന്നെ ഇതെന്തെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. ടീച്ചർ കുറേ നേരമായി പറയുന്നത്, ഇനി ഞങ്ങൾക്ക് മടുക്കും, അതുകൊണ്ടാണ് ഷോർട്ടാക്കി ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ കേൾക്കുക കേട്ടോ, നന്നായി മനസ്സിലാക്കുക. അത് എഴുതേണ്ട രീതി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ 7/6 എന്നുള്ളത് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഈ ആദ്യത്തെ നമ്പർ ഇവിടെ അങ്ങോട്ട് എഴുതും, പിന്നെ ഈ താഴെയുള്ള ഈ അടിയത്തെ പിന്നെന്താ ഇങ്ങനെ എഴുതിയ ശേഷം നടുക്കൊരു വര വരയ്ക്കുക. പിന്നെന്താണ് ഈ അടിയത്തെ നമ്പർ ഈ വരൻ്റെ മുകളിലും സൈഡത്തെ ഈ എന്തിനോടാണ് ഡിവൈഡ് ചെയ്ത് ആ നമ്പർ ഇവിടെ ആയിരിക്കും ഇത് അടിയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ 1/6 ആണ് എന്ത് 3 മീറ്റർ ആണ് എന്ത് ഓരോ പീസിലും. ദെൻ വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു 3 ഈക്വൽ പീസ്. ഇനി 3 ഈക്വൽ പീസാണ് ഡിവൈഡ് ചെയ്തെങ്കിലോ എന്ന് ചോദിച്ചത്. അപ്പോൾ 7 മീറ്റർ ലോങ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 7 മീറ്ററിനെ നമ്മൾ 3 ഈക്വൽ പീസ് ആക്കിയിട്ടുണ്ട് 7/3. ഓക്കെ, അപ്പോൾ 7/3നെ നമുക്ക് എങ്ങനെ എഴുതാം, 7 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 7 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി 2 3s 6 അല്ലേ. അപ്പോൾ 7 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ ആദ്യം മുകളിലുള്ള കോഷ്യൻ്റ് എഴുതുക, പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ താഴെയുള്ള റിമൈൻഡർ ഇവിടെ എഴുതുക, പിന്നെ ഈ 3 അല്ലേ. ഇപ്പോൾ 1/3 മീറ്റർ ആണെന്ത് ഈ 3 ഈക്വൽ പീസാക്കിയാലോ കേട്ടോ. ദെൻ അപ്പോൾ എന്താണ് അവിടെ എഴുതുമ്പോൾ ഇവിടെ ഇതിൻ്റെ അടിയിൽ എന്താണോ ആ നമ്പർ തന്നെ ആയിരിക്കും ഇതിൻ്റെ കിട്ടുന്ന ആൻസറിൻ്റെ അടിയിലും. കണ്ടോ, ഇവിടെ എന്താണോ അടിയിൽ ആ കിട്ടുന്ന ആൻസറിൻ്റെ അടിയിലും തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനുകളുടെ ആൻസേഴ്സ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, നൗ അപ്പോൾ ടൈംസ് എന്ന് പറഞ്ഞാലും ഓഫ് എന്ന് പറഞ്ഞാലും മൾട്ടിപ്പിൾ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി 1/4 ഓഫ് 8 എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 8. അപ്പോൾ 8/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 അല്ലേ. ഇനി 3/4 ഓഫ് 8 ആണെങ്കിലോ 3/4 ഇൻറ്റു 8 ചെയ്യുക അല്ലേ. അപ്പം 3 × 8 എത്രയാണ് 24 അല്ലേ. 24/4 ചെയ്യുക. 24/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 അല്ലേ. ദെൻ പിന്നെ പറയുന്നത് എന്താ ഇവിടെ നോക്കിയേ 3/4 ഓഫ് 9 അല്ലേ. 3/4 ഇൻറ്റു 9 ചെയ്യുക. 3/4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 27/4 അല്ലേ. 27/4 ചെയ്യുക. പിന്നെ 27/4ന് ടീച്ചർ പറഞ്ഞ ഡിവൈഡിലൂടെ എന്താക്കുക ചെയ്ത് നോക്കുക. അപ്പോൾ 6 3/4 എന്ന് കിട്ടും കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വി ഹാവ് ടു കട്ട് ഓഫ് 3/5 ഓഫ് എ 7 മീറ്റർ ലോങ് സ്ട്രിങ്. ഹൗ ലോങ് ഈസ് ദിസ് പീസ്. അപ്പോൾ എന്താണ് നമ്മൾ 7 മീറ്റർ ലോങ് സ്ട്രിങ് എന്താണ് 3/5 ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് ഈസ് ദിസ് പീസ്. ഈ പീസിൻ്റെ ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര നീളമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3/5 ഇൻറ്റു 7 ചെയ്യാം. ഓക്കെ, 3/5 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 3 × 7 അല്ലേ. 3 × 7/5. 3 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് 21 അല്ലേ. 21/5. 21/5നെ നമ്മൾ ടീച്ചർ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ 4 1/5 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക 21/5 അല്ലേ, ഇതിന് 20 + 1/5 ആക്കുക. അവിടെ 20/5 എന്ന് പറയുമ്പോൾ 4, പിന്നെ 1/5 എന്ന് പറയുമ്പോൾ 4 1/5 ഇങ്ങനെ എഴുതാം. ദെൻ അടുത്തത് ഇവിടെ we need to cut off 4 1/5 meter. It is easy to cut it if say this as 4 meter 20 centimeter അല്ലേ. അപ്പോൾ 4
1/5 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 4 1/5 നമുക്ക് എന്താക്കാം മീറ്റർ എന്നുള്ളത് നമുക്ക് എന്താക്കാം സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ 4 മീറ്ററും പിന്നെ 1/5 അല്ലേ. 1/5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 100/5 അല്ലേ. 100/5 100/5 എന്ന് പറയുമ്പോൾ 20 അല്ലേ. അപ്പോൾ 4 മീറ്റർ 20 സെൻറ്റിമീറ്റർ നമുക്ക് ഇതിനെ പറയാം കേട്ടോ. 3/5 ഓഫ് 7 മീറ്റർ ലോങ് സ്ട്രിങ് കട്ട് ചെയ്താൽ ഉള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇതിൽ? നൗ ട്രൈ ദീസ് ആണ് അല്ലേ. ദർ ആർ 35 ചിൽഡ്രൻ ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ എത്രയാണ്? 35 ചിൽഡ്രൻ ഉണ്ട്. 3/5 ഓഫ് ദം ആർ ഗേൾസ്. അതിൽ 3/5 ഭാഗം എന്താണ്? ഗേൾസ് ആണ്. ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ 35 കുട്ടികളല്ലേ ഉള്ളത്. അപ്പോൾ 35 കുട്ടികളുള്ളത് നമുക്ക് എങ്ങനെ എന്താ ചെയ്താ 35 അല്ലേ. 35 35 കുട്ടികളുള്ളത് അല്ലേ. 35 ഇനി എത്രയാണ്? അതിൽ 3/5 ഭാഗം ഗേൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ 35 × 3/5 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 35 × 3/5 അല്ലേ. 35 × 3 എത്രയാണ്? അത് ചെയ്യുക ബൈ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ 35 അല്ലേ. മുകളിലത്തെ നമ്പറും താഴത്തെ നമ്പറും നമുക്ക് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 35ഉം ഇവിടെ 5ഉം. 5ൽ എത്ര 35ൽ എത്ര 5 ഉണ്ട്? 7 അല്ലേ. 5ൽ എത്ര 5 ഉണ്ട്? 1 അല്ലേ. രണ്ടിലും പോകുന്നതായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് കിട്ടും? 7 × 3 അല്ലേ. 7 × 3 എന്ന് പറയുമ്പോൾ 21/1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 21/1 എന്ന് പറയുമ്പോൾ ഈ 1 ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 21 പെൺകുട്ടികളാണ് എന്ത് അവിടെ ക്ലാസ്സിലുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് 10 kilograms ഓഫ് റൈസ് ഈസ് ഫിൽഡ് ഈക്വലി ഇൻ 8 ബാഗ്സ്. 10 കിലോഗ്രാം റൈസ് എന്താണ് 8 ബാഗുകളിലാക്കി നിറച്ചു. ഇഫ് ദ റൈസ് ഈസ് 3 സച്ച് ബാഗ്സ് ആർ ടേക്കൺ ടുഗദർ. ഇതിൽ 3 ബാഗ് ഒരുമിച്ച് എടുത്താൽ ഹൗ മെനി കിലോഗ്രാംസ് വുഡ് ദാറ്റ് ഇറ്റ് ബി? അപ്പോൾ എന്താണ് 3 ബാഗ് ഒരുമിച്ച് എടുത്താൽ എത്ര കിലോഗ്രാം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബാഗിൽ എത്ര ഉണ്ടെന്ന് ആദ്യം നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ 10 കിലോഗ്രാം റൈസ് ആണ് അല്ലേ. അപ്പോൾ 10 കിലോ റൈസ് ആണെങ്കിൽ എന്താണ് എത്ര കിലോ ബാഗിലാക്കി? 8 അല്ലേ. അപ്പോൾ 10/8 ഓക്കെ. 10/8 10 കിലോഗ്രാം അല്ലേ. അത് മുകളിൽ ചെയ്ത് അല്ലേ. എത്ര ബാഗിലാക്കി? 8 അല്ലേ. 10/8. അപ്പോൾ അങ്ങനത്തെ 3 ബാഗ് എടുത്താൽ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ 3 ബാഗ് എടുത്താൽ 10/8 × 3 ചെയ്യാം നമുക്ക് ആദ്യം. 10/8 × 3 അല്ലേ. 10 × 3 എത്രയാ? 30 ഓക്കെ. 30/8 ചെയ്യുക. അപ്പോൾ 30/8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 13/8 ഓക്കെ. 13/8 എന്ന് പറയുമ്പോൾ 3 8s എത്രയാണ്? 24 അല്ലേ. 24 ദെൻ 6 അല്ലേ. മൈനസ് ചെയ്ത 6 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 പിന്നെ ഈ ഇതെന്താണ് അത് എഴുതുക പിന്നെ 8 അല്ലേ. അപ്പോൾ 6നെ 8നെ നമുക്ക് പകുതിയാക്കിയൂടെ ആക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക? ഈ 3നെ അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഈ എന്താണ് ഈ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും എന്താക്കുക? പകുതിയാക്കുക. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇവിടെ 6നെ പകുതിയാക്കിയാൽ 8നെ പകുതിയാക്കിയാൽ എത്ര? 6നെ പകുതിയാക്കിയാൽ 3, 8നെ പകുതിയാക്കിയാൽ 4 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/4 അല്ലേ. അത്രയും എന്താണ് 3 കിലോഗ്രാം 3 ബാഗ് ഒരുമിച്ച് എടുത്താൽ എത്ര കിലോഗ്രാം എന്ന് ചോദിച്ചാൽ അപ്പോൾ 3.25 കിലോഗ്രാം അല്ലേ. 3/4 കിലോഗ്രാം ആണ് കിട്ടുക ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇൻ ദ ഫിഗർ ഈസ് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 9 ഈക്വൽ പാർട്സ്. ഇവിടെ പറഞ്ഞിരിക്കുക ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ. ഇതിനെന്താണ് 9 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. കണ്ടോ ചിത്രത്തിൽ കണ്ടില്ല 9 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഏരിയ ഓഫ് ദ ഡാർക്കർ പാർട്ട് ഇൻ ദ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇവിടെ തന്നിരിക്കുന്ന ഈ ഡാർക്ക് ചെയ്ത് ഇതില്ല ഇതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക? 1ൻ്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക. 1ൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം ഏരിയ നമുക്ക് 27 ആണ് നമുക്കറിയാം അല്ലേ. പിന്നെന്താണ് ഇതിലെത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 9 അല്ലേ. അപ്പോൾ 27/9 അല്ലേ. 27/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഓക്കെ. അപ്പോൾ 1ൻ്റെ ഏരിയ എത്രയാണ്? 3 ആണ് അല്ലേ. 1ൻ്റെ ഏരിയ 3 ആണ്. അങ്ങനെയാണ് ഈ ഡാർക്ക് ചെയ്ത് എത്രയാണ്? ഇവിടെ 3 ഉണ്ട്. ഇത് 3 ആണ്. ഇതൊക്കെ ഡാർക്ക് അല്ലേ. ഇതും 3 ഇതും 3 അല്ലേ. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 5 എണ്ണം അല്ലേ. ഒന്നുകിൽ എന്താക്കുക? ഇതെല്ലാം കൂടി കൂട്ടുക. 3 + 3 + 3 + 3 + 3 ഈ ഡാർക്ക് ചെയ്ത ഭാഗം കൂട്ടുക. അല്ലെങ്കിൽ ഡാർക്ക് ചെയ്ത് എത്ര നോക്കുക? 5 അല്ലേ.
പിന്നെ ഒന്നിൻ്റെ ഏരിയ എഴുതുക അല്ലേ 5×3 എത്രയാ 15. ഓക്കെ, അപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് വരുന്നത്, ഈ ഡാർക്ക് ചെയ്ത കളറിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പാർട്ട് എന്നുള്ളത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്